അറിവിന്റെ കേവലമായ കൈമാറ്റമല്ല, മറിച്ച് ജ്ഞാനനിർമ്മിതിയുടെ അതിസൂക്ഷ്മമായ രസതന്ത്രമാണ് കെ ജയരാജന്റെ ഏറ്റവും പുതിയ ശാസ്ത്രകൃതിയായ ഒരു പഠിതാവിന്റെ പഠനസങ്കല്പം അന്വേഷിക്കുന്നത്. മാനുഷം ശാസ്ത്രവും ദർശനവും ഒരാമുഖം എന്ന ഗഹനമായ ചിന്താപദ്ധതിക്ക് ശേഷം തന്റെ ദിഷണയെ കൂടുതൽ വിസ്തൃതമായ മാനങ്ങളിലേക്ക് തുറന്നിടുകയാണ് ഈ ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം. സാംസ്കാരിക കേരളത്തിന്റെ ബൗദ്ധിക മണ്ഡലത്തിലേക്ക് ഈ ഉത്കൃഷ്ട രചന ഇപ്പോൾ ഔപചാരികമായി ആനയിക്കപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് 5-ന് കേരള സ്കൂൾ വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ശ്രീ സുജോബി ജോസിന് ആദ്യ പ്രതി നൽകിക്കൊണ്ട് ഗഹനമായ ഈ ജ്ഞാനസബരിക്ക് തുടക്കം കുറിച്ചു. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അടിസ്ഥാനപരമായ സംവാദത്തെ ശാസ്ത്രത്തിന്റെയും ദർശനത്തിന്റെയും ക്യാൻവാസിൽ പകർത്തിവെക്കാനാണ് ഗ്രന്ഥകാരൻ ഇവിടെ ഉദ്യമിക്കുന്നത്. നമ്മുടെ ആശയവ്യവഹാരങ്ങളെയും സ്ഥാപനവൽകൃതമായ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെയും നിശിതമായ വിശകലനത്തിന് വിധേയമാക്കുന്ന ഈ കൃതി വ്യക്തിയുടെ പ്രജ്ഞയിലും ഉപബോധ മനസ്സിലും സംഭവിക്കുന്ന സങ്കീർണമായ പഠന പ്രക്രിയകളെ തൊട്ടറിയുന്നു. ഉപബോധതലത്തിൽ സംഭവിക്കുന്ന ഔപചാരികവും ഭൗതികവുമായ പഠനവും ബോധമണ്ഡലത്തിൽ ഊറിവരുന്ന അനൗപചാരികവും പൂർണ്ണമായും ജൈവികവുമായ അറിവാർജനവും തമ്മിലുള്ള സൂക്ഷ്മമായ വിടവുകളെ കൂട്ടിയിണക്കുന്ന ഒരു പാലമായാണ് ജയരാജൻ ഈ കൃതിയെ വിഭാവനം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, സമൂഹത്തിൽ അരങ്ങേറുന്ന വിദ്യാഭ്യാസ പ്രക്രിയകളെ മനുഷ്യന്റെ ആന്തരികമായ മാനസിക വ്യാപാരങ്ങളുമായി എത്രത്തോളം ശാസ്ത്രീയമായി കണ്ണുചേർക്കേണ്ടതുണ്ട് എന്ന സുപ്രധാനമായ ഓർമ്മപ്പെടുത്തൽ കൂടിയാകുന്നു ഈ ഗ്രന്ഥം. കേവലമൊരു വായനയ്ക്കപ്പുറം ചിന്തയെ നവീകരിക്കുകയും പഠനം എന്ന നിരന്തര പ്രക്രിയയെ ദാർശനികമായി പുനർനിർവചിക്കുകയും ചെയ്യുന്ന ഒരു അപൂർവ സാരസ്വത ശില്പമാണിത്. ശ്രീ കെ ജയരാജന്റെ വാക്കുകളിലേക്ക്. നിലവിൽ സമൂഹം ഓരോ വ്യക്തിയെയും പരിചയപ്പെടുത്തുന്നത് ജാതി, മതം, വർഗം, വർണ്ണം, ലിംഗം, ദേശം, ഭാഷ എന്നിവയുടെയെല്ലാം അടിസ്ഥാനത്തിലാണ്. എന്നാൽ ബുദ്ധിയുള്ള മനുഷ്യന്റെ യഥാർത്ഥ സ്വത്വം പ്രകടിതമാകുന്നത് ഒരു പഠിതാവ് എന്ന നിലയിലാണ്. നല്ല പഠിതാവായി നിൽക്കുമ്പോൾ മാത്രമാണ് ഓരോ വ്യക്തികൾക്കും പരസ്പരം മാനിക്കാൻ കഴിയുന്നത്, മറ്റുള്ളവരെ മാനിക്കാൻ കഴിയുന്നത്, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയപ്പെടുക എന്നത് സാമൂഹിക ഐക്യത്തെ സാധ്യമാക്കുന്നത് വളരെ നിർണായകമാണ്. ഈ ഒരു യാഥാർത്ഥ്യത്തെ ആണ് ഒരു പഠിതാവിന്റെ പഠനസങ്കല്പം എന്ന കൃതിയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്.